ബിസിനസ് വളർച്ചയിൽ മനോഭാവത്തിൻ്റെ റോൾ എന്താണ്? ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ബിസിനസ് അസറ്റ് ഇസ് നോട്ട് യുവർ ക്യാപിറ്റൽ, ഇറ്റ് ഈസ് യുവർ ടെമ്പർമെൻ്റ് എന്നാണ്. നമ്മൾ പലപ്പോഴും മൂലധനമില്ല അതുകൊണ്ടാണ് ബിസിനസ് വളരാത്തതെന്ന് പറയും. ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനോഭാവമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ ദിവസവും ബിസിനസ് എന്ന് പറയുമ്പോൾ അറിയാം ചലഞ്ചസ് ആണ്, ഭയങ്കര വോളറ്റിലിറ്റിയാണ്, പ്രോബ്ലംസ് ആണ്. പലപ്പോഴും വിചാരിച്ച ഡീല് നടക്കില്ല, പല ആളുകളും നമ്മളെ പുറകോട്ട് വലിക്കും, പല സാഹചര്യങ്ങൾ, പല പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുകളുടെ മനോഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിനെ വേണമോ വേണ്ടാന്ന് വെക്കണോ അല്ലെങ്കിൽ എത്രത്തോളം വളർത്തണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ആകെ പാനിക്കായിട്ടുള്ളൊരവസ്ഥയിലാണെങ്കിൽ അത് ഫെയിലിയറിലേക്കുള്ളൊരു റെസിപ്പിയാണ്, അതിൻ്റെ ഒരു കൂട്ടമാണെന്ന് തന്നെ വിചാരിക്കുക. കാരണം നമ്മുടെ ഗ്രേറ്റസ്റ്റ് സൂപ്പർ പവർ ഇൻ യുവർ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ അതിലെ ഏറ്റവും എബിലിറ്റി ആയിട്ട് കാണേണ്ട കാര്യം ഒരു ഗുഡ് മൂഡിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ ചുറ്റുപാട് സംഭവിക്കുമ്പോഴും നമുക്കതിനെ സ്റ്റേബിളായിട്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്കില്ല് തന്നെ എല്ലാവർക്കും സാധിക്കില്ല. ഈ ഒരു അൺഷേക്കബിൾ ആയിട്ടുള്ള മൂഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ബിസിനസ്സിലൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജും കൂടെയാണ്. ആളുകൾക്ക് നമ്മളെ പിടുത്തം കിട്ടൂല അൺഷേക്കബിൾ മൂഡ് ഉണ്ടാക്കിയെടുത്താൽ. കാരണം എന്താ അറിയോ? അതിന് പ്രധാന 4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് പ്രിസേർവ്സ് യുവർ ഫോക്കസ്. നമ്മുടെ ഫോക്കസിനെ അങ്ങനെ നിലനിർത്താനായിട്ട് സഹായിക്കും. മറ്റുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ആകെ ആടി ഉലയണ സമയത്ത് നമ്മൾ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് പ്രൊട്ടക്ട്സ് യുവർ ടീം. ലീഡർഷിപ്പ് ഈസ് എ ബിഹേവിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, നമ്മൾ കാമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ടീമും കാമായിരിക്കും. അവിടെയാണ് രണ്ടാമത്തെ കാര്യം. 3, ഇറ്റ് ലീഡ്സ് ടു എ ക്വയറ്റ് മൈൻഡ്. ക്വയറ്റ് മൈൻഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ബിഗ്ഗറായിട്ടുള്ള പ്രോബ്ലംസ് ബിസിനസ്സിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ളൊരു ബ്രെയിനുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊന്നും അതിജീവിക്കാൻ പറ്റില്ല. അവിടെ ശാന്തത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ബിൽഡ്സ് റെപ്യൂട്ടേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം, ആളുകൾ ആരുടെ കൂടെ നിന്നാൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ഥിരതയുള്ള, റിലയബിൾ ആയിട്ടുള്ള, റീച്ചബിൾ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. അല്ലാതെ ഇന്നെനിക്ക് ബാഡ് ഡേ ആണെന്ന് പറഞ്ഞാൽ അപ്പോഴേ ആകെ കൂടെ തകർന്നടിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയല്ല. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് ഈസ് എ മാരത്തൺ ഓഫ് പ്രോബ്ലംസ്, ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ ആർക്കാണോ ഈ പ്രശ്നങ്ങളെ സമചിത്തതയോടുകൂടി, സമാധാനത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടിയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് അവർ ഡിഫോൾട്ടായിട്ട് വിൻ ചെയ്യും. അപ്പോൾ അത്രയും അധികം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളർച്ചയിലേക്ക് എത്താൻ സഹായിക്കുന്ന ആളുകൾക്കും അവരുടെ മൂഡ്, അവരുടെ ആ വൈബ്, അവരുടെ എനർജി, അവരുടെ മനോഭാവം ഇതൊരു വല്ലാത്ത മുതൽക്കൂട്ടാണ്. ഇതൊന്നും മനസ്സിലാക്കുക. താങ്ക് യു.